ചരിത്രപരമായും വിശ്വാസപരമായും ഒട്ടേറെ പ്രത്യേകതകളുള്ള പ്രദേശമാണ് കുറവിലങ്ങാട്. ചരിത്രവും പാരമ്പര്യവും സമന്വയിക്കുന്ന ഒരു നാട്. പരിശുദ്ധ അമ്മയുടെ ലോകത്തിലെ ആദ്യ പ്രത്യക്ഷീകരണം നടന്നത് കുറവിലങ്ങാട് ആണ് എന്നതും ശ്രദ്ധേയം. കൂടാതെ യേശുക്രിസ്തുവിനെ കുരിശിൽ തറച്ച യഥാർത്ഥ കുരിശിന്റെ തിരുശേഷിപ്പുള്ള അത്യപൂർവം ദൈവാലയങ്ങളിൽ ഒന്നാണ് കുറവിലങ്ങാട് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മർത്തമറിയം ആർക്കദിയക്കോൺ തീർത്ഥാടന ദൈവാലയം. പ്രസ്തുത ദൈവാലയത്തിന് യഥാർത്ഥ കുരിശിന്റെ തിരുശേഷിപ്പ് ലഭിക്കാൻ കാരണമായതും ചരിത്രം. ജോസഫ് കരിയാറ്റി മൽപ്പാന്റെയും പാറേമാക്കൽ ഗോവർണദോരുടെയും റോമായാത്രയ്ക്ക് നൽകിയ പിന്തുണയ്ക്കുള്ള നന്ദി സൂചകമായാണ് പാറേമാക്കൽ ഗോവർണദോർ കുറവിലങ്ങാട് ദൈവാലയത്തിന് വിശുദ്ധ കുരിശിന്റെ തിരുശേഷിപ്പ് സമ്മാനിച്ചത് എന്നതാണ് ചരിത്രം. വർഷത്തിൽ പ്രത്യേക ദിവസങ്ങളിൽ മാത്രമാണ് കുരിശിന്റെ തിരുശേഷിപ്പ് പൊതുവണക്കത്തിന് പ്രതിഷ്ഠിക്കാറുള്ളത്. കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ ദിനമായ സെപ്റ്റംബർ 14-ന് ദൈവാലയത്തിലെ അൾത്താരയുടെ വടക്കുവശത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന തിരുശേഷിപ്പ് പരസ്യവണക്കത്തിന് പ്രതിഷ്ഠിക്കും. കുരിശിലൂടെ രക്ഷ സാധിച്ച ഈശോയുടെ കുരിശിന്റെ പുകഴ്ചയുടെ ദിവസം ലോകത്തിൽ സമാധാനം ഉണ്ടാകുന്നതിനു വേണ്ടി പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളുമാണ് ക്രമീകരിച്ചിരിക്കുന്നതെന്ന് ദൈവാലയത്തിലെ ആർച്ച് പ്രീസ്റ്റ് റവറന്റ് ഡോക്ടർ അഗസ്റ്റിൻ കൂട്ടിയാനിയിൽ ഷെക്കന ന്യൂസിനോട് പറഞ്ഞു. വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ ദിവസം ഇവിടെ സ്വന്തമായുള്ള ഈ തിരുശേഷിപ്പ് പരസ്യ വണക്കത്തിന് നമ്മൾ പ്രതിഷ്ഠിക്കുകയാണ്. 14-ാം തീയതി ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ആഘോഷമായി വണക്കത്തിനായിട്ട് തിരുശേഷിപ്പ് പ്രതിഷ്ഠിക്കുകയും തുടർന്ന് ഇടവക സമൂഹം ഇടമുറിയാതെ ജപമാല ചൊല്ലിയും കരുണയുടെ ജപമാല ചൊല്ലിയുമൊക്കെ ലോകത്തിനു വേണ്ടി, സഭയ്ക്ക് വേണ്ടി, രാജ്യത്തിനു വേണ്ടി, സമൂഹത്തിനു വേണ്ടിയൊക്കെയുള്ള പ്രാർത്ഥന നടത്തുകയാണ്. കുരിശിലൂടെ രക്ഷ സാധിച്ച ഈശോയുടെ കുരിശിൻ്റെ പുകഴ്ചയുടെ ദിവസം മാനവകുലത്തിന് രക്ഷ സാധ്യമാകുന്നതിന് കുരിശിൻ്റെ സവിധേയിരുന്ന് പരിശുദ്ധ അമ്മ സഹരക്ഷകയ എന്ന രീതിയിൽ ലോകത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ചൈതന്യത്തോട് ചേർന്ന് അമ്മയുടെ മക്കളായ മുത്തിയമ്മയുടെ മക്കളായ കുറവിലങ്ങാട്ടുകാർ ഈ 14-ാം തീയതി കുരിശിൻ്റെ പുകഴ്ചയുടെ ദിവസം അമ്മ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നതുപോലെ അമ്മയോട് ചേർന്ന് കുരിശിൻ്റെ ചുവട്ടിലിരുന്ന് ലോകത്തിനു വേണ്ടി, സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ മാറ്റിവെച്ചിരിക്കുകയാണ്. സെപ്റ്റംബർ 14-ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ വൈകുന്നേരം 9 മണി വരെയാണ് തിരുക്കർമ്മങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. 3 മുതൽ 7 വരെ അഖണ്ഡ ജപമാലയും 7 മണിക്ക് വിശുദ്ധ കുർബാനയും തുടർന്ന് തിരുശേഷിപ്പ് ഓരോരുത്തർക്കും വ്യക്തിപരമായി വണങ്ങാൻ അവസരം കിട്ടത്തക്ക രീതിയിലാണ് ക്രമീകരണങ്ങൾ. പ്രസ്തുത ദിവസത്തെ തിരുക്കർമ്മങ്ങൾ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ആരംഭിക്കാനുള്ള കാരണങ്ങളും 3 മണിയുടെ പ്രത്യേകതകളും ആർച്ച് പ്രീസ്റ്റ് റവറന്റ് ഡോക്ടർ അഗസ്റ്റിൻ കൂട്ടിയാനിയിൽ വിശദീകരിച്ചു. ഈ ദിവസം പ്രത്യേകിച്ച് 3 മണി കർത്താവിശ്വമിശിഹായുടെ പീഡാസഹനത്തെയും മരണത്തെയും ഒക്കെ ഓർക്കുന്ന സമയമായതുകൊണ്ട് ആ സമയം തന്നെ തിരഞ്ഞെടുത്തത് അതുകൊണ്ടാണ്. 3 മുതൽ പിന്നീടുള്ള സമയം ഈശോയുടെ മരണവും കുരിശിലൂടെ സാധ്യമായ രക്ഷയും ധ്യാന വിഷയമാക്കുന്ന, ലോകം യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട കുരിശിലൂടെ നടമാടിയ രക്ഷയുടെ അനുഭവവും ഓർക്കുന്ന ദിവസമാണല്ലോ, സമയവുമാണല്ലോ. ആ സമയം തിരഞ്ഞെടുത്തത് അതുകൊണ്ടാണ്. വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് തിരുശേഷിപ്പ് പരസ്യവണക്കത്തിന് പ്രതിഷ്ഠിക്കാറുള്ളത്. എന്നാൽ 2025-ലെ മഹാജൂബിലിക്ക് വേണ്ടി ഒരുങ്ങുന്നതിന്റെയും നവീകരണ വർഷ ആചരണത്തിന്റെയും ഭാഗമായിട്ടാണ് വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ ദിവസം പ്രത്യേക അനുമതിയോടെ തിരുശേഷിപ്പ് പരസ്യവണക്കത്തിന് പ്രതിഷ്ഠിക്കുന്നതെന്ന് ആർച്ച് പ്രീസ്റ്റ് റവറന്റ് ഡോക്ടർ അഗസ്റ്റിൻ കൂട്ടിയാനിയിൽ വ്യക്തമാക്കി. തിരുശേഷിപ്പ് നമ്മളിവിടെ പൊതുവായിട്ട് ഇവിടെ വണങ്ങുന്നത് ആകെ കല്ലിട്ട തിരുനാൾ ദിവസവും പ്രധാന തിരുനാൾ 3 നോമ്പ് തിരുനാൾ ദിവസങ്ങളിലുമാണ് ഈ തിരുശേഷിപ്പ് നമ്മൾ പുറത്ത് എടുക്കുകയും പ്രദക്ഷിണത്തിന് ഉപയോഗിക്കുകയും ചെയ്യുക. കുരിശിൻ്റെ പുകഴ്ചയുടെ ദിവസമായതുകൊണ്ടും നവീകരണ വർഷമായതുകൊണ്ടും ഈ വർഷത്തെ പ്രതിനിധി യോഗത്തിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് നമ്മൾ പ്രത്യേകമായി ഈ ദിവസവും കൂടെ എടുക്കാനായിട്ടും വണങ്ങാനായിട്ടും സാധാരണഗതിയിൽ പ്രദക്ഷിണത്തിനും മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ഇത് പരസ്യമായൊരു വണക്കവും അതിനോട് ചേർന്നുള്ളൊരു പ്രാർത്ഥനയും ഈ വർഷത്തെ, പ്രത്യേകിച്ച് നവീകരണ വർഷത്തിൻ്റെ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിനോടനുബന്ധിച്ചുള്ള ചിന്തയുടെ ഒരു പരിണിത ഫലമായിട്ടാണ്.